അടുത്തതായി ടൈം മാനേജ്മെൻറ്റ്. എന്താണ് ടൈം മാനേജ്മെൻറ്റ്? നമ്മുടെ സമയം മോഷ്ടിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. എങ്ങനെ അല്ലേ? വെറുതെ ഇരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ വെറുതെ ഇരിക്കാൻ നമ്മൾ തീരുമാനിച്ച സമയത്തായിരിക്കണം വെറുതെ ഇരിക്കേണ്ടത്. ഇതിനെയാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ലോകത്ത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും ഒന്നും ചെയ്യാതിരിക്കുന്ന ആളുകൾക്കും ഒരുപോലെ തന്നെയാണ് സമയമുള്ളത്, അല്ലേ? ഒരു ദിവസം 24 മണിക്കൂർ. എന്നാൽ ചില ആളുകൾ അതിനെ മാനേജ് ചെയ്ത് കൃത്യമായി കൈകാര്യം ചെയ്ത് 24 മണിക്കൂറിനെ എഫക്റ്റീവാക്കി മാറ്റുന്നു. ഏത് മേഖലയിൽ വിജയിക്കണമെങ്കിലും ടൈം മാനേജ്മെൻറ്റ് നിർബന്ധമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി നേരത്തെ തന്നെ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നലെ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണം. നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്യേണ്ടതാണ്. 3 ദിവസത്തേക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവർ 100 ദിവസത്തേക്ക് ധനികരായിരിക്കും എന്നാണ്. അടുത്ത 100 ദിവസത്തേക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്ന ആളുകൾ ജീവിതകാലം മുഴുവനും ധനികരായിരിക്കും എന്നാണ്. പ്ലാൻ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും പ്രയോറിറ്റി നോക്കി പ്ലാൻ ചെയ്യുക. ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്താണ്, മൂന്നാമതായി ചെയ്യേണ്ട കാര്യം എന്താണ്, ഇങ്ങനെ പ്രയോറിറ്റി നോക്കി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് സമയത്തെ നന്നായി വിനിയോഗിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ സമയം ഏറ്റവും കൂടുതൽ മോഷ്ടിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണാണ്, അല്ലേ? അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗത്തിന് കൃത്യമായ സമയം കണ്ടെത്തേണ്ടതാണ്. നമ്മളെ ഫോൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യം നമ്മളെ ഏൽപ്പിച്ചിട്ടോ നമ്മുടെ സമയം മോഷ്ടിക്കുന്ന ചില ആളുകളുണ്ട്. ഒരുപക്ഷെ അവർ നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കാം. എങ്കിലും അവരോട് നമ്മൾ നോ പറയാൻ ശീലിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സമയക്രമം പാടെ തെറ്റുന്നതും നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതും കാണാൻ കഴിയും. ഡു ഹൈ ഇമ്പാക്റ്റ് വർക്ക് എന്നുള്ള തിയറിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നൽകുന്ന കാര്യങ്ങൾക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഒരു ടൈം മാനേജ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ വിശ്രമത്തിനും സന്തോഷങ്ങൾക്കുമായി സമയം കണ്ടെത്താൻ കൂടി ശ്രമിക്കണം. അതുപോലെ തന്നെ ഒരു ഡെഡ് ലൈൻ വയ്ക്കുക. ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്തിരിക്കും എന്ന് ഉറപ്പിക്കുക, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തിരിക്കും എന്ന് ഉറപ്പിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലൂടെ നമ്മുടെ സമയം എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ വിജയിപ്പിക്കാനും നമുക്ക് സാധിക്കും.